ഗാനം പാടിയ സഹോദരിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിവിധ ഇടങ്ങളിൽ മിനിസ്റ്റർ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ വിശേഷിച്ച് ഷോളി ആന്റിയും കാണുന്നതിൽ സന്തോഷിക്കുന്നു. ഞങ്ങളും ഒത്തൊരുമിച്ച് ഒരു സെക്ഷനിലാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്കൊന്നിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ അല്പസമയം ഇരിക്കാൻ പോവുകയാണ്. ഇവിടെ ഓർപ്പിച്ചതുപോലെ എന്നോട് കഴിഞ്ഞ ദിവസം ആരാധന കഴിഞ്ഞ പ്രിയ സഹോദരി സോഫി ആവശ്യപ്പെട്ടു, ഇന്ന് ദൈവവചനം പറയണം. വിവിധ വേദനയിലും കഷ്ടത്തിലും ഒക്കെയുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്നാണ് പ്രകാരം ഒരു മിനിസ്ട്രി ഞങ്ങൾ ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറെ പേര് ഇതിനകത്ത് ജോയിൻ ചെയ്യും. അവർക്ക് ആശ്വാസമായ ഒരു ദൈവത്തിന്റെ വചനം സമയം ശുശ്രൂഷിക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ന് പകല അന്നേരം മുതൽ ദൈവത്തിന്റെ വചനത്തിന്റെ പല ഭാഗങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. ജീവിതത്തിന്റെ വേദനകളും കഷ്ടങ്ങളും ഒക്കെ പലതരത്തിലും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പലതരത്തിൽ പ്രശ്നങ്ങളോട് പോകുന്നവരാണ്. എന്നാൽ അങ്ങനെയുള്ളവർ ഒത്തൊരുമിച്ച് കൂടിയിരുന്ന് അല്പസമയം പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം കേൾക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ അനുഗ്രഹമായി ഞാനും കരുതുന്നു. ജീവിതത്തിൽ വേദനകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കഷ്ടങ്ങളോ വിരഹങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കഷ്ടങ്ങളിലൂടെ പോയാലും തളർന്നു പോകാൻ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഇന്ന് നമുക്കൊരല്പസമയം ദൈവവചനമാണ് എല്ലാത്തിനും നമുക്ക് ആധാരമായിരിക്കുന്നതും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനം നമ്മളെ സഹായിക്കുന്ന പോലെ സഹായിപ്പാൻ ലോകത്തിൽ ഒന്നിനും പറ്റില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറിപ്പോകാം, എന്നാൽ വചനം ഒരിക്കലും മാറില്ല. വേദപുസ്തകം പറയുമ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് പോലും പറയുന്നത് എങ്ങനെയാണ്? പ്രവചനം വരുന്നേന്ന് പോകും, ഭാഷാവരമോ നീങ്ങിപ്പോകും. എങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റം ഉണ്ടാകുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം മാറിപ്പോകുകയില്ല എന്ന് നമ്മളെ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഒന്ന് കടന്നുചെല്ല. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ദൈവവചനത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വാക്യം വായിച്ച് മറ്റ് ചില ഭാഗങ്ങൾ കൂടെ നമ്മളൊന്നെടുത്ത് നമ്മളൊന്നിച്ച് ദൈവവചനം ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എല്ലാവർക്കും അറിയാം. അതിൽ മാത്രം നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്കിലും അതിനകത്ത് പ്രധാന പ്രമേയം ഇതായിരിക്കും. അതിനകത്ത് 11-ാം അധ്യായം അതിനകത്ത് പല വാക്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചുകൊണ്ടാണ് ഞാൻ ഒരല്പ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന ഭാഗമാണത്. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഈ വിശുദ്ധ വേദഭാഗം സത്യത്തിൽ യേശുക്രിസ്തു ലാസറിന്റെ ഉയർപ്പോടൊക്കെയുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു ഭാഗമാണ്. ലാസറ് ദീനം പിടിച്ചു കിടന്നു. ആ ചരിത്ര ഭാഗമൊക്കെ നമുക്കറിയാം. അവിടേക്ക് യേശുവിനെ ക്ഷണിക്കുന്നു. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയയിലേക്ക് യേശു വരുന്നു. യേശുവിനെ ക്ഷണിച്ചപ്പോൾ വന്നില്ലെങ്കിലും അല്പ ദിവസം കഴിഞ്ഞാണ് യേശു ക്രിസ്തു വന്നത്. വന്നിട്ട് ഇവരുടെ ദുഃഖത്തിൽ കർത്താവ് കൂടെ പങ്കുചേരുകയാണ്. യേശുക്രിസ്തുവിന് അവിടെ വരാതെ തന്നെ വേണമെങ്കിൽ
ഈ ലാസറിനെ ഉയർപ്പിക്കാം. അല്ല, ലാസറിനെ വേണമെങ്കിൽ രോഗത്തെ സൗഖ്യമാക്കാൻ യേശുക്രിസ്തു ഒരു വാക്കൗട്ട് കൽപ്പിച്ചാൽ മതി, അങ്ങനെയൊക്കെ ചെയ്യാം. എങ്കിലും യേശുക്രിസ്തു ഇവിടെ വരുമ്പോൾ സഹോദരിമാരുടെ രണ്ടുപേരുടെയും മനോഭാവത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ആ വാക്യം നന്നായി പഠിച്ചാൽ രണ്ടുപേരും ഒരുപോലെ കാര്യങ്ങൾ പറയുന്നെങ്കിലും അവരുടെ വിശ്വാസത്തിന്റെ അളവുകൾക്ക് വ്യത്യാസമാണ്. ഇനിയും യേശുക്രിസ്തു അവിടെ വരുമ്പോൾ ശരിക്കും ഒരു ശബ്ദം നിലച്ചു പോയ ഒരു വീട്ടിലാണ്. അതായത് പുരുഷ ശബ്ദം നിലച്ചു പോയ ഒരു വീട്ടിലേക്ക് യേശു വരികയാണ്. രണ്ട് സഹോദരിമാര് മാത്രം. അപ്പനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നിശബ്ദമായിരിക്കുന്നത് കൊണ്ട് പക്ഷെ നമുക്കറിയില്ല അവിടെ മറ്റ് ആളുകളുടെ സാന്നിധ്യം നാം അറിയുന്നില്ല. ഇവരെ സഹായിക്കാൻ വരുന്നു എന്ന് പറയുന്ന ആളുകൾ കുറെ യഹൂദന്മാരാണ്, അവരും ഉണ്ട് കൂട്ടത്തിൽ. എന്നാൽ ആ വരുന്ന ആളുകളൊന്നും ഇവരെ സത്യത്തിൽ സഹായിക്കാൻ വന്നവരല്ല. ഇവർ കരയുന്ന കാണാൻ വന്നവരാ. അങ്ങനെ ഒരു ദിവസം വായിക്കുന്നത് ഇവര് എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വന്നവരാ. പലരും അങ്ങനെ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെല്ലാരും നമ്മളെ സഹായിക്കാൻ വരുന്നവരൊന്നും അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വരുന്നവരാ, നമ്മൾ കരയുന്നോ എന്നറിയാൻ വേണ്ടി വരുന്നവരാ. അങ്ങനെയാണ് അയക്കുമ്പോ അങ്ങനെയാണ്. അവളുടെ കൂടെ പോയി മറിയ എന്തോ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ട് അവരുടെ കൂടെ യഹൂദന്മാര് അങ്ങ് പോകുക. എന്നിട്ട് പറയാൻ കളറുടെ അടുക്കലേക്ക് പോകുമ്പോ അവരുടെ കൂടെ പോവുക. എന്നിട്ട് അവരുടെ ചിന്ത ഇത് എന്തോ ചെയ്യും എന്നറിയാൻ വേണ്ടി പോവുകയും ഇപ്പം കൂട്ടക്കരച്ചിലായിരിക്കും എന്ന് കാണാൻ അവര് പോകുന്നത്. അങ്ങനെയാണ് 31 വാക്യത്തിൽ പറയുന്നത്. അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിരിച്ചെന്നു. അപ്പോൾ പൊതുവെ ആൾക്കാർക്ക് താല്പര്യം നമ്മൾ ചിരിക്കുന്ന കാണാനല്ല, കൂടെ നിൽക്കുന്നവർക്കാരും നമ്മൾ കരയുന്ന കാണാനാണ് പൊതുവെ സന്തോഷം. അങ്ങനെയാണ് പറയാൻ പോകുന്നത്. മറിയ ഒന്ന് കരഞ്ഞു കാണണം. അത് ഈ ഇംഗ്ലീഷ് ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്, സിമ്പതി, എംപതി എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. ഇതൊന്നും കാര്യമുള്ള കാര്യമല്ല. ഈ നഷ്ടം ഉണ്ടായവർക്ക് നഷ്ടം തന്നെയാണ്. അതിനിപ്പോ ആര് കരഞ്ഞു കാണിച്ചാലും ആരെ കരഞ്ഞു കാണിച്ചാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ആ നഷ്ടം നികത്താൻ പറ്റില്ല, ആ ഉണ്ടായ വിടവ് നികത്താൻ ആർക്കും പറ്റില്ല. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഈ യേശുക്രിസ്തു അവിടെ കൂടെ പോകുമ്പോൾ അവരുടെ ആകെയുള്ള ചിന്ത, വിഷമം, നീ ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനേക്കാൾ മറിയയ്ക്ക് ഇനി വല്ല സന്തോഷം ഉണ്ടായി പോകുമോ എന്നൊരു വിഷമം കൂടെ അവർക്കുണ്ട്. ഈ കൂടുന്ന എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെയാ കൂട്ടത്തില്. അതുകൊണ്ട് കരയുന്നവരെ കരയിക്കാനും കരയുന്നവരെ കൂടുതൽ കരയിക്കാനും താല്പര്യമുള്ളവരൊക്കെ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമൂഹമാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന ജനസമൂഹമാണ്, ദൂരെ നിൽക്കുന്നവരല്ല. അവരുടെയും താല്പര്യം കരഞ്ഞു കാണുന്നതിലാണ്. അപ്പോൾ എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ കരയിക്കാനല്ല പോയത്. എന്നാൽ യേശു അവിടെ ചെന്നു കരഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. യേശു അവിടെ ചെന്നു. ആദ്യം കാണാൻ പഠിക്കുന്ന വാക്കുകൾ യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. യേശു കരയുന്നവരുടെ കൂടെ കരയാൻ, യേശു ദൈവമാണ് എങ്കിലും മനുഷ്യത്വത്തിൽ ഈ ഭൂമിയിൽ വന്നപ്പോൾ ദുഃഖം അനുഭവിക്കുന്നവന്റെ വീട്ടിൽ ചെന്ന് അവരുടെ കൂടെ കരയാൻ, അവരുടെ കൂടെ വേദനിക്കാൻ ഒരു മടിയുമില്ലാതെ ദൈവമായിരുന്നവനായിട്ട് കൂടി ഇറങ്ങി വന്നെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതത്തിന്റെ വേദനയുടെ നടുവിൽ, അവരുടെ കട്ടയുടെ നടുവിൽ മാറി നിൽക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ കരയാനും നമ്മുടെ കൂടെ ഇരിക്കാനും നമ്മൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസമാണോ വേണ്ടുന്നത് അത്തരത്തിലുള്ള ആശ്വാസം തരാനും കഴിയുന്നവരാണ്. ഇനിയും അവിടുത്തെ നഷ്ടം ഈ പറഞ്ഞ പോലെ നിലച്ചു പോയ ഒരു അണിശബ്ദമാണ്.
രണ്ട് സഹോദരിമാരുടെ മാത്രം ശബ്ദമായിരുന്നു അവിടെ. അതിനകത്ത് മറിയ തീർത്തും ഡൗൺ ആയിപ്പോയി. മാർത്ത എന്തൊക്കെയോ വെപ്രാളം കയറി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശുവിനോട് പറയുന്നതിനകത്ത് ഈ പൊതുവെ ഈ ഒരു മരണം ഒരു വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ അവരുടെ മാനസിക നിലയൊന്ന് ശരിയാവാൻ ഏകദേശം 1 വർഷം എടുക്കും. ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ഏത് ആക്ഷൻസും അതിന് തെറ്റായിരിക്കും. ഒരു വീട്ടിലൊരു വിരഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വികാരത്തള്ളലിൽ, ആ ഇമോഷണൽ ആയിട്ടുള്ള ആ പെട്ടെന്നുള്ള ഒരു എടുത്തിയാട്ടത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനം തെറ്റിപ്പോകാം. അത് ശരിയായി തീരുമാനിക്കുന്നത്. കാരണം അന്നേരത്തെ നമ്മളെ നിയന്ത്രിക്കുന്നതൊന്നും സത്യത്തിൽ വിവേകമല്ല. അപ്പോഴെല്ലാം നമ്മൾ വികാരങ്ങളാണ് നമ്മളെ എപ്പോഴും നമ്മളെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ എടുക്കുമ്പോൾ തെറ്റിപ്പോകാം. അങ്ങനെയൊക്കെയുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടാണ് മറിയ പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അന്നേരം യേശു അവളെ അതായത് യേശു വന്ന് ബഥാന്യയിൽ വീട്ടിൽ കയറിയില്ല, പട്ടണവാദത്തിൽ എത്തിയതേ ഉള്ളൂ. ഇവിടെ വീട്ടിൽ പോലും കയറ്റുന്നില്ല. മാർത്ത വഴി നീക്കുക, അവിടെ തടഞ്ഞു നിർത്തിയ വർത്താനം പറയുന്നേ. അവയെ കാര്യം പറയാം, അവിടെ നീ ഇവിടെ ഉണ്ടായിരുന്നേ മരിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ യേശു പറയുന്നത്, മറിയ നീ എന്ന് വിശ്വസിക്കേ, അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്നേരം മറിയയുടെ വാദം എനിക്കറിയാം, ഉയർത്തെഴുന്നേൽക്കും, പക്ഷെ ഇപ്പോഴല്ല, ഒടുക്കത്തെ നാളെ ഉയർത്തെഴുന്നേൽക്കും. ആരോടാ പറയുന്നതെന്ന് അറിയാൻ വയ്യാതെ സംസാരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഞാൻ പുനരുദ്ധാനവും ജീവനുമാ, അതും മനസ്സിലാകുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ഇതെല്ലാം പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകമോ ഒരു വിചാരമോ അവളെ പെട്ടെന്ന് ഫലിപ്പിക്കുന്നില്ല. എന്നിട്ട് ഇവൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടും അവളെ യേശുക്രിസ്തുവിനെ വീടിനകത്ത് കയറ്റുന്നില്ല. വെളിയിൽ നിന്നോണ്ട കാര്യം പറയുക. മറിയ ഇവരൊന്നും പറയുന്നത് പരക്കാത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിനെ വന്നിട്ടുണ്ടെന്ന് മാർത്ത ചെന്ന് മറിയോട് പറയുമ്പോഴാണ് മറിയ വിവരം അറിയുന്നത്. ചെന്ന് വിളിച്ച് രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. വിളിച്ചോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല, അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മറിയ ഓടിച്ചെന്നും മറിയയും ഇതേ കാര്യമാ പറയുന്നതെങ്കിലും മറിയ അല്പം കൂടെ വിവേകമതിയായി കാണപ്പെടുകയാണ്. കരഞ്ഞു, അവന്റെ കാൽക്കൽ വീണു. കരയുമ്പോൾ അവളുടെ ഫീലിങ്സ് കംപ്ലീറ്റ് കർത്താവിന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദൈവമക്കളെ, നമ്മൾ ഏത് തരത്തിൽ എങ്ങനെ കരഞ്ഞാലും അത് ഏത് തരത്തിലാ കരയുന്നതെന്ന് അറിയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്തിനു വേണ്ടി കരഞ്ഞെന്നും, എപ്പോൾ കരഞ്ഞെന്നും, എത്ര പ്രാവശ്യം കരഞ്ഞെന്നും, ഏത് ആവശ്യത്തിന്റെ മുന്നിലാ കരയുന്നതെന്നും ഒക്കെ അറിയുന്ന ഒരു നല്ല ദൈവത്തെ കുറിച്ചാണ് സത്യത്തിൽ ദൈവത്തിന് പറയാനുള്ളത്. എന്നിട്ട് ആ പോകുന്ന പോക്കിനെല്ലാം ഇനിയും ആ ഭാഗം നമ്മൾ അല്പം ഡീപ്പായിട്ടൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ ഭാഗത്ത് അല്പം മുമ്പോട്ട് നീങ്ങും. അപ്പോൾ ഈ സുവിശേഷത്തിൽ ഒത്തിരി ആശ്വാസത്തിന്റെ ഒരു സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ ശക്തമായി പറഞ്ഞിരിക്കുന്ന പല പ്രമേയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ മറിയോട് പറഞ്ഞത് തന്നെയാണ്. യേശു അവളോട്, മാർത്ത വീണ്ടും കയറി ഇടപെടുന്നു, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായി, ഇനി ഇതിന് മറുപടി ഉണ്ടാകത്തില്ല, ഇത് എന്നേക്കുമായി തീർന്നു, ഇതിവിടെ ക്ലോസ് ഡൗൺ ചെയ്തു, ഇനിയിപ്പോ ഇത് ഒരു തരത്തിലും തുറക്കുന്നൊരു വിഷയമല്ല എന്ന് പറയുമ്പോഴേ യേശു പറയുകയാണെന്ന് വിശ്വസിക്കാൻ. നമ്മൾ ആദ്യം വായിച്ച വാക്യം, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താ ഈ വിശ്വാസം എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാൽ ഇച്ചിരി ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ. ദൈവത്തിന്റെ മഹത്വം കാണാൻ നാം വിശ്വസിക്കണം. ഇനിയും ദൈവത്തിന്റെ മഹത്വം എന്താ, ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം, ഇതൊക്കെ കാണാൻ നാം വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
ഇനിയും ഈ പുസ്തകത്തിലെ തന്നെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ഭാഗം നമുക്ക് ഇതിനോട് ഇത് തന്നെ ഈ യേശുക്രിസ്തുവിന്റെ മരണത്തോട് തൊട്ട് മുമ്പേ ഉള്ളൊരു കാര്യമാണ്. അവിടെയും യേശുക്രിസ്തു പറയുകയാണ്, ഇനി ഞാൻ ഒത്തിരി നാൾ നിങ്ങളുടെ കൂടെ ഇല്ല. യേശുക്രിസ്തു മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടുപോകും. ഞാൻ എല്ലാ കാലം നിങ്ങളുടെ കൂടെ ഇരിക്കാനല്ല വന്നത്. എനിക്കിവിടെ ഒരു ദൗത്യം ഉണ്ടായിരുന്നു, അത് പൂർത്തിയാക്കണം, എനിക്ക് പോകണം. എനിക്ക് എല്ലാ കാലം ഇവിടെ ഇരിക്കാനൊക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇവിടെ വന്നെങ്കിൽ അത് പൂർത്തീകരിച്ച് ഒരു ദിവസം പോയേ പറ്റത്തുള്ളൂ. അവിടെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി വന്ന യേശുക്രിസ്തു മരിക്കുമെന്ന് പറയുമ്പോൾ ഇവര് ആകപ്പാട് ശിഷ്യന്മാര് പേടിച്ചും വിഷമിച്ചും പോവുക. കർത്താവേ, അങ്ങനൊന്നും വേണ്ട എന്ന് പറഞ്ഞവരുമുണ്ട്. ചില സുവിശേഷങ്ങൾ, മറ്റു ചില സുവിശേഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നീ മരിക്കുവാന്ന് ഞങ്ങളോട് ചത്തേക്കാന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ യേശു 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നൊരു ഭാഗം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ വിശ്വാസമാണ് പ്രധാനം. ഇവിടെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്നു പറയുമ്പോൾ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്തൊക്കെയാ വിശ്വസിക്കുവാനുള്ള ദൈവത്തിന്റെ ഒരു ആഹ്വാനം? വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതിന്റെ കാരണം ഇത്രയും നാള് കൂടെ ഉണ്ടായിരുന്ന കർത്താവ് പെട്ടെന്ന് അവരെ വിട്ട് പോകാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇനി എങ്ങനെ മരിക്കാൻ പോകുന്ന നമുക്കറിയത്തില്ല. അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള മരണം മുമ്പിൽ കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. അവിടെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആ മരണം മുമ്പിൽ കാണുകയാണ്. എന്നിട്ട് പറയുന്നു, കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. അതിന്റെ കാരണം മരണം ഒരു അവസാനമല്ല. ഞാൻ നിങ്ങളെ വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട് കാണും. ഞാൻ എന്തെന്നേക്കോ പോകല്ല, ഞാൻ അല്പകാലത്തേക്ക് നിങ്ങളെ വിട്ടെന്ന് പോകുക. മനുഷ്യൻ ഈ ഭൂമിയിൽ പറന്നാൽ അവന്റെ ജീവിതം നൈമിഷികമാണ്. അല്പകാലം നമുക്കുള്ളൂ. ഈ കാലത്തിനൊക്കെ എപ്പോൾ നമ്മൾ മാറ്റപ്പെടും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു ദിവസം നാം ഈ ലോകം വിട്ടു പോകണം. നമ്മൾ പാടുകയൊക്കെ ചെയ്യലും, ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാം അതിവേഗം. ഇതൊക്കെ നാം പാടാറുണ്ടല്ലോ. പാടുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങേ കരയിൽ നിന്നും നാം നേടിയത് എന്ത് എന്ന് അന്നറിയും, ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും. അപ്പോൾ ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച ഒരു ചെറിയ കാലഘട്ടം, എത്ര കാലം നമുക്കറിയില്ല. ഈ കാലത്തിനകം നമ്മൾ ദൈവം പറഞ്ഞൊരു വലിയൊരു ആഹ്വാനമാണ്. ഈ ഭൂമിയാണ്, ധാരാളം പ്രശ്നങ്ങളുള്ള ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കുലുക്കമുണ്ടാകാം, കലങ്ങുന്ന വേളകൾ ഉണ്ടാകാം. സന്തോഷത്തിന്റെ വേളകൾ മാത്രമായിരിക്കില്ല നമ്മുടെ മുമ്പിലുള്ളത്. വേദനയുടെയും കഷ്ടത്തിന്റെയും ഒക്കെയുള്ള ഒരു സമ്മിശ്രമായ ജീവിത രീതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളിതെല്ലാം ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിതിന് മുമ്പിലൂടെ എല്ലാം കടന്നു പോയേ പറ്റത്തുള്ളൂ. നാം ഒരു ദിവസം ഹൃദയം കലങ്ങണ്ടി വന്നു കഴിഞ്ഞാൽ ദൈവം പറയും, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. അതിന്റെ കാരണം, ഞാൻ നിങ്ങളെ വിട്ടിട്ട് എന്നേക്കും പോവുകയല്ല. ഞാൻ എല്ലാ കാലത്തേക്കും നിങ്ങളെ വിട്ട് മറന്ന് നിങ്ങളെ കളഞ്ഞിട്ടൊക്കെ പോവുകയല്ല. ഞാൻ പോകുന്ന നിങ്ങൾക്ക് സ്ഥാനം ഒരുക്കാനാ. ഈ മണ്ണിൽ നിന്ന് താൽക്കാലികമായി നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു. ഈ മണ്ണിലേക്ക് നാം തിരികെ ചേരുന്നൊരു ദിവസം ഉണ്ടാകും. അതൊക്കെ കർത്താവ് മുമ്പിൽ കണ്ടുകൊണ്ടൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഞാനിപ്പം നിങ്ങളെ വിട്ട് പോകാൻ പോവുക, പക്ഷേ ഒരു ദിവസം ഞാൻ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. ഇനിയും ഈ വിശ്വസിക്കുക എന്ന് പറയുന്ന പദത്തെ ഒരല്പം കൂടെ ഞാനൊന്ന് അപഗ്രഥനം ചെയ്താൽ, നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. പക്ഷെ എപ്പോഴും
നമുക്ക് വേണ്ടുന്ന പോലെ എല്ലാം വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുമില്ല. വിശ്വസിക്കുക 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 എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞാലും നമുക്കെല്ലാം ഒന്നും വിശ്വസിക്കാനൊക്കത്തില്ല. അതെ, അതിന്റെ കാരണം കൃത്യമായി വിശ്വാസം എന്താണെന്ന് പക്ഷെ അറിയാൻ വയ്യാത്ത വിഷയവും നമുക്കുണ്ട്. എന്തോ വിശ്വസിക്കേണ്ടത്? ഇവിടെ യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. ഒന്ന്, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. രണ്ട്, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. രണ്ട്, ഇത്രയും നാൾ ഇവിടെ പറഞ്ഞ ദൈവവചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ ഒത്തിരി 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 അർത്ഥങ്ങളാണ്. ഒന്ന്, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. രണ്ട്, ഞാൻ മരിച്ചാലും മടങ്ങി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. മൂന്ന്, ഇത്രയും നാളും ഞാൻ പ്രസംഗിച്ച വചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നാല്, നിങ്ങൾക്ക് വേണ്ടി വീട് ഒരുക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അവിടെ എല്ലാ കാലത്തും മാറി നിൽക്കുന്ന ആളാണ് ഞാന്. എനിക്ക് എല്ലാ കാലത്തും മാറി നിൽക്കാൻ പറ്റില്ല. നിങ്ങളെ എവിടെയെങ്കിലും വിട്ടിട്ട് ഞാൻ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു ഗെനസരത്ത് തടാകത്തിന്റെ അക്കരെ പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചൊരു വിഷയം. നിങ്ങൾ അക്കരയ്ക്ക് പോ, ഞാൻ ഇക്കരെ നിന്നോളാം, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് വിടുമ്പോഴും അവര് സത്യത്തിൽ വലിയൊരു അത്ഭുതം കണ്ടിട്ട് പോകുന്ന ആളുകളാണ്. അവരെ പറഞ്ഞു വിട്ടു. രാത്രി കടലിളകി. ഒരു ഫുൾ നൈറ്റ് അവരാകപ്പാടെ കറങ്ങി. നമുക്കറിയാവുന്ന വിഷയമാണ്. അവരെന്ത് വിശ്വസിക്കണം? ആരെ വിശ്വസിച്ചായി ഇറങ്ങിയേ? കർത്താവിനെ വിശ്വസിച്ചായി ഇറങ്ങിയേ. ആ വിശ്വസിച്ചിട്ട് കർത്താവിന്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവന് ആ പത്രോസ് അത്രേ പറഞ്ഞോളൂ. ഇവര് നമ്മളത് എന്തെല്ലാം പറഞ്ഞേനെ. ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച് ഇത്രയും നാശമാണ് ഞാൻ അറിഞ്ഞില്ല. ഇതൊന്നും വേണ്ടായിരുന്നു, എന്തോ കഷ്ടമായി പോയി, ഞങ്ങളെ കൂടെ നടുക്കടലിലാക്കി, ഇപ്പൊ ആരുമില്ല, സഹായിക്കാനും ആരുമില്ല എന്നൊരു പെറുപെറുപ്പിന്റെ ശബ്ദമാകുമായിരുന്നില്ലേ? അവർ ചോദിച്ചൊരു ചോദ്യം അങ്ങനെയുണ്ട്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ചോദ്യത്തിന്റെ ശബ്ദം തന്നെയാണ്, കർത്താവെ, ഞങ്ങൾ ഈ കിടന്ന് തകരുന്നതിൽ, ഞങ്ങൾ ഈ കിടന്ന് വിഷമിക്കുന്നതിൽ നിനക്കൊരു ചിന്തയില്ലേ? അങ്ങ് വിളിച്ചു, അങ്ങയുടെ പുറകെ ഞങ്ങൾ ഇറങ്ങി. നീ വിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നിന്റെ പിന്നാലെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഓരോ നിമിഷം നീ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ വിളിച്ച് ഞങ്ങളോട് നീ നിർബന്ധിച്ച് പറഞ്ഞു നീ അക്കരെ പോകാൻ. ഞങ്ങൾ യാത്രയിലുമായി. ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത്? എന്റെ ഒറ്റ വാക്കിൽ വിശ്വസിച്ച ഞങ്ങൾ പടക് നീക്കിയത്. ഞങ്ങൾ എങ്ങോട്ട് പോകണം? എന്തോ ദൂരം പോകണം? പറഞ്ഞ കരയെടുക്കുവാൻ ഇനി കുറെ സമയം കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു രാത്രി മുഴുവനും ഈ കിടന്ന് തിരക്കകത്ത് കറങ്ങാന്ന് പറഞ്ഞാൽ എന്തോ കഷ്ടാണ്. എന്ത് സംഭവിക്കാന്ന് അറിയില്ല. ഇത് മുങ്ങിയാൽ മൊത്തം പോയി. നാലാം വ്യാമോ എന്നൊക്കെ പറയുന്നത് രാവിലെ 3 മണി കഴിഞ്ഞുള്ള സമയമാണ്. ഏകദേശം 3 മണിക്കും 6 മണിക്കും ഒക്കെ ഉള്ള ഇടയ്ക്കുള്ള സമയമാണ്. ഒന്ന് കടല്, വെള്ളം, തണുപ്പ്, കാറ്റ്, അതിലൂടെ ഘോരമായ മഴ, കാണാൻ വയ്യ, കൂരിരുട്ട്. ഒറ്റയ്ക്ക് വിട്ടുകളഞ്ഞോ കർത്താവേ എന്ന് ചോദിച്ചു പോകുന്ന സന്ദർഭം. കർത്താവേ, എന്നാലും നീ ഇത് ചെയ്തല്ലോ കർത്താവേ, ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നീ മാറി നിൽക്കുകയാണോ എന്ന് ചോദിച്ചു പോകാവുന്ന സന്ദർഭം. ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളും പലരും ഒറ്റപ്പെടുന്നവരും ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരും പലയിടത്തും ഒറ്റയ്ക്കിരിക്കുന്നവരും ഒക്കെയാണ്. ഒന്നൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ
നമ്മുടെ കാര്യം ഉള്ളതുപോലെ പറയാൻ, നമ്മളെ അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു ആരും ഇല്ലാതെ വരുന്നൊരു സാഹചര്യം, അവിടെ നമ്മൾ കുഴഞ്ഞു പോകുന്നൊരു സാഹചര്യം. ആരുണ്ട് എനിക്ക്? ആരാണ് എന്റെ കൈക്ക് പിടിക്കാനുള്ളത്? ഞാൻ ആരോടൊരു വാക്ക് പറയും എന്ന് പറഞ്ഞ് കുഴഞ്ഞു പോകുന്നൊരു സന്ദർഭം. യേശു നടന്ന അടുക്കിലേക്ക് ചെല്ലുകയാണ് 4-ാം യാമത്തിൽ. അതിന്റെ കാരണം അടുത്തൊരു യാമം കൂടായാൽ നേരം പുലരും. നേരം പുലർന്നാൽ നാട്ടുകാരെ മുഴുവനും കാണും. അപമാനിക്കപ്പെടുമോ? അപമാനിതരാകുമോ? ഇതുകൊണ്ട് മൊത്തം അസ്തമിക്കുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന് നടുവിലൂടെ ഒരുത്ത് നടന്നു വരുന്നത്. സ്തോത്രം. അവരെ കണ്ടിട്ട് ശിഷ്യന്മാർക്ക് എന്ത് വന്നു പോലും, ആരാന്ന് പോലും മനസ്സിലാകുന്നില്ല. ഭാഗമൊക്കെ നമുക്ക് ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നൊരു കാര്യം, ഞാന് എന്നവർ പറയുമ്പം കർത്താവേ നീയാകുന്നോ? യേശു അവരോട് വന്നു കയറിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ അല്പവിശ്വാസികളിൽ നിങ്ങൾ ഇത്ര ഭീരുക്കളാകുന്നത് എന്തിനാ? ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ തിരയും കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കുമ്പോഴും ഓർത്തെടുക്കേണ്ട ഒരു കാര്യം, നമ്മൾ തനിയെ അല്ല. നമ്മൾ തനിയെ അല്ല. ദൈവമാണ് വിളിച്ചിറക്കിയതെങ്കിൽ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ഒറ്റയ്ക്ക് വിടുന്നൊരു ദൈവമല്ല, വിട്ടാലും പുറകെ വരുന്നൊരു ദൈവമാണ്. സ്തോത്രം. നമ്മുടെ വിശ്വാസം എത്ര ഉണ്ടെന്നറിയാൻ ഒരുപക്ഷെ ദൈവം നമ്മളെ അളന്നു നോക്കുന്ന സന്ദർഭങ്ങളായിരിക്കാം. പത്രോസിനോടൊരിക്കൽ പറഞ്ഞില്ലേ, നിന്നെ പാറ്റിക്കളയേണ്ടതിന്, ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് പിശാച് അവസരം ചോദിച്ചിട്ട് ഞാൻ നിന്നെ കൊടുക്കാഞ്ഞത് നിന്റെ വിശ്വാസം പോകാതിരിക്കാനാ. ഓരോരുത്തരെയും ഏതളവിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാവുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എങ്ങനെ ചെയ്യണം, നമ്മളെ എങ്ങനെ പാറ്റിയാൽ നിൽക്കും, നമ്മളേത് മാറ്റിയാൽ നമ്മൾ പോകുമോ, തകർന്നു പോകുമോ എന്നൊക്കെ കൃത്യം അറിയാവുന്നൊരു ദൈവം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന് വഴികൾ അറിയുക മാത്രമല്ല, നമ്മളെ എങ്ങനെ സഹായിക്കണമെന്ന് അറിയാവുന്നൊരു ദൈവം കൂടിയാണ്. നമ്മളെ ഏത് അളവിൽ ഹാൻഡിൽ ചെയ്യണം നന്നായിട്ട് അറിയാം നമ്മുടെ ദൈവത്തിന്. ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളുടെ ഒക്കെ നടുവിലും ദൈവത്തിന് പറയാനുള്ളതാണ്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ കൈക്ക് പിടിക്കാൻ ശക്തനാണ് എന്ന് പറഞ്ഞൊരു ദൈവം. ആ ദൈവം നമ്മളെ നടത്താൻ ശക്തനായ ഒരു ദൈവമാണ്. ആ ദൈവം നമ്മളെ കൈവിടുകയില്ല. ഇനി നമ്മൾ അല്പം മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ആ ഭാഗം എന്ന് പറയുന്നത്, യേശുക്രിസ്തു അവരുടെ കൂടെ കയറുന്നു, നടക്കുന്നു, അവരെ സഞ്ചരിക്കുന്നു, അവരെ അക്കരെ കൊണ്ടെത്തിക്കുന്നു, ദൈവം ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇവരെ ഒന്നുകൂടെ ബലപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഇവരൊക്കെ ഒരു കാര്യം അറിയിച്ചു കൊടുക്കണമായിരുന്നു, ഈ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറയത്തക്കവണ്ണം കാറ്റിന്റെ മേൽ, കടലിന്റെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു ദൈവമാണ് അവനെന്ന് പറയാൻ, ദൈവത്തിന് അറിയിച്ചു കൊടുക്കാൻ, സകലത്തിന്മേലെ അധികാരമുള്ള ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ദൈവം ഉപയോഗിക്കുന്നതിന് മാർഗമാണത്. ഇവിടെ ഞാൻ ആ പദത്തിലേക്ക് തന്നെ വീണ്ടും വരികയും, അപ്പോൾ അല്പവിശ്വാസത്തെ കുറിച്ച് പറയുന്നു. അവിശ്വാസത്തെ കുറിച്ച് ഒരു ഭാഗത്ത് കേൾക്കുന്നു, മറ്റൊന്ന് അല്പവിശ്വാസത്തെ കുറിച്ച്. നിങ്ങൾ അല്പവിശ്വാസികളല്ലേ? സ്തോത്രം. ഒരു പൊതുവെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്, അവിശ്വാസം ഒന്നും പ്രവർത്തിപ്പിക്കുന്നില്ല, അല്പവിശ്വാസം ചിലപ്പം ചിലതൊക്കെ പ്രവർത്തിച്ചെന്നിരിക്കാം, പക്ഷെ വിശ്വാസം സകലതും പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ്. ഇനിയും ഈ നിങ്ങൾ എന്നെ വിശ്വസിപ്പീൻ എന്ന് പറയുന്ന ഭാഗം പോലും, ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്ന ഒരു ഭാഗം എബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അതിനകത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയി ആ വിശ്വാസത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ ഏകദേശം അവസാനിപ്പിക്കാൻ എന്റെ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്. ഞാനൊരു കഥയിൽ മാത്രം നിൽക്കാൻ താല്പര്യപ്പെട്ടല്ല പോയത്, മുമ്പോട്ട് നീങ്ങാനാണ്. വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ
വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഭാഗം നമുക്ക് അതിന്റെ 11ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ എല്ലാവരും പറയും വിശ്വാസം എന്തോ ആശിക്കുന്നതിന് ഓർപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നൊക്കെ പറയുമ്പോഴും അത് എന്തുവാന്ന് നമ്മള് ഈ വിശ്വസിക്കേണ്ടുന്നത്? ആശിക്കുന്നതിന്റെ ഉറപ്പാ, കാണാത്ത കാര്യങ്ങൾ ഇതെങ്ങനെ വിശദീകരിക്കുന്നത്? അതെന്തോ വിശദീകരിക്കേണ്ടേ? എന്തോ നമ്മൾ ഉറക്കേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിന്റെയും കൂടെ ഉറപ്പാണോ ഈ വിശ്വാസം എന്ന് പറയുന്നത്? ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുമെന്നുള്ളതാണോ നമ്മുടെ വിശ്വാസം? കാണാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുക, അതിനൊക്കെ ആ വിശ്വാസമാണോ വിശ്വാസം? അതൊക്കെ ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കാതെ, വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന് 2-3 അർത്ഥങ്ങളിൽ ഒന്ന് അനുസരിക്കുക എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട് അതിനകത്ത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന അർത്ഥവും കൂടി ഉണ്ട്. ഞാൻ അത് ഒത്തിരി ഇത് ചെയ്യാതെ ഞാൻ എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ചും വിശ്വാസത്താൽ നടന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുകയാണ്. അതിന്റെ വിശദീകരണം താഴോട്ടാണ് കൊടുത്തിരിക്കുന്നത്, മുകളിലോട്ടല്ല. അതിൽ 11-ാം അധ്യായത്തിൽ നമുക്ക് സന്തോഷമുള്ള കുറേ വാക്യമുണ്ട്. 33-ാം വാക്യം, 34-ാം വാക്യം, 35-ാം വാക്യം. സ്തോത്രം. അത് നിങ്ങൾക്ക് ഒന്ന് വായിക്കാമോ ആ ഭാഗം? 11-ാം അധ്യായത്തിൽ 33, 34, 35 വാക്യങ്ങളൊക്കെ. അല്ലോ ഇത് വായിച്ചേ, നിങ്ങളോടൊന്ന് സഹകരിക്കുന്ന എനിക്ക് ബോധ്യപ്പെടട്ടെ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് ഇതിന്റെ എല്ലാം കൂടി വിശ്വാസത്താൽ എന്ന പദം ചേർക്കേണ്ടതാ. മനസ്സിലായോ? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. 2, വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ വാളിന്റെ വായ്ക്ക് തെറ്റി, വിശ്വാസത്താൽ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, വിശ്വാസത്താൽ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. ഇനി വിശ്വാസത്താൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. ഒരു ദിവസത്തിൽ പല സംഭവങ്ങൾ നമുക്കുണ്ടല്ലോ. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നത് വിശ്വാസത്താൽ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ആദ്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ വിശ്വാസത്താൽ അതുണ്ടെന്ന്? ഈ അത്രയും കാര്യം വിശ്വാസത്താൽ ഉണ്ടെങ്കിൽ ഇനിയൊരു ഉദ്ധാരണം ലഭിക്കാതെ വിശ്വാസത്താൽ ഭേദ്യമേറ്റ് അടി കൊണ്ടു ചവിട്ടുകൊണ്ട് വിശ്വാസത്താൽ ചവിട്ടുകൊണ്ടെന്ന് ആരെയും സമ്മതിക്കൂ? പക്ഷേ വേദോസം പറയുന്നു വിശ്വാസത്തിന് അതിനകത്തൂടെ അതും കൂടെ ഉണ്ടെന്ന്. അങ്ങനല്ലേ വേദോസം പറയുന്നേ? ആ വാക്യം താഴെ വായിച്ചോളൂ. അതിനകത്തെല്ലാം വിശ്വാസത്താൽ നിങ്ങളത് ചേർത്ത് ഒന്ന് വായിച്ചു പോയാലും കൊള്ളാം. വിശ്വാസത്താൽ ചിലർ വിശ്വാസത്താൽ പരിഹാസമേറ്റു. വിശ്വാസത്താൽ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, വിശ്വാസത്താൽ ചമ്മട്ടി, വിശ്വാസത്താൽ ചങ്ങല, വിശ്വാസത്താൽ തടവ്, ഇവയാലുള്ള പിന്നെ ബാക്കിയെല്ലാം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു. ഒക്കെ വിശ്വാസത്താൽ പറ്റുന്ന കാര്യമാണ്. വിശ്വാസത്തിൽ ഇതൊക്കെ പറ്റുമോ? നമുക്ക് വിശ്വാസത്താൽ മറ്റതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് നിലയ്ക്ക് തറ്റി, അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അത് വളരെ കൊള്ളാം. എല്ലാം വലിയ വിടുതലിന്റെ സാക്ഷ്യമാണ് അല്ലേ? പക്ഷെ ഇതോ, ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ തീഷ്ണത എന്ന് പറയുന്നതും അതിന്റെ ആഴമെന്ന് പറയുന്നതും ഈ വിശ്വാസത്തിനകത്ത് എന്ത് പരിഹാസമുണ്ടോ, എന്ത് ചമ്മട്ടിയുണ്ടോ, എന്ത് കല്ലേറുണ്ടോ, എന്ത് അപമാനമുണ്ടോ അതൊക്കെ ഏൽക്കാനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തൊരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സ്തോത്രം. ഇപ്പോൾ നമുക്കൊന്നും കേൾക്കാൻ വയ്യ. ഇപ്പൊ നമ്മൾ ബലഹീനരാ വിശ്വാസത്തിൽ. നമ്മളൊക്കെ തളർന്നു പോവുക. ഒരടി കിട്ടി അന്നേരെ വീട് പോവുക.
സ്തോത്രം. സഭാചരിത്രം, വേദപുസ്തകത്തിന്റെ ചരിത്രവും സഭയുടെ ചരിത്രവും പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആദ്യകാലങ്ങൾ ഇത്രയും കഷ്ടമേറ്റിട്ടും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. മനുഷ്യ തള്ളി പറഞ്ഞില്ല. പൗലോസിനൊക്കെ ഇഷ്ടം പോലെ റോഡിലിട്ട് കിട്ടി, വഴുതികൾ വലിച്ചഴിക്കപ്പെട്ടു, വസ്ത്രം വലിച്ചെറിഞ്ഞു, കോൽ കൊണ്ട് അടിച്ച് ശരിയായി കളഞ്ഞു. അന്നേരം പറയുകയാണ്, പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, എല്ലാം ഞാൻ സഹിച്ചു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ കഷ്ടതയോ ഉപദ്രവമോ പട്ടിണിയോ വാളോ ആപത്തോ നഗ്നതയോ, അപ്പോൾ ഇതെല്ലാം ഏൽക്കേണ്ടി വന്നു വിശ്വാസത്തിന്റെ പേരിൽ. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടോ? ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ പോലും പ്രതികൂലമാണ്. നമുക്കുണ്ടായിരുന്ന 10 സെന്റ് സ്ഥാനത്തിന് 5 സെന്റ് ചേട്ടൻ കൊണ്ടുപോയാലും അനിയം കൊണ്ടുപോയി, അതും പ്രതികൂലമാണ്. ഉണ്ടായിരുന്ന ജോലി അങ്ങ് പോയി, പ്രതികൂലമാണ്. ഇവിടെ പലരും ദുഃഖത്തിലായിരിക്കും, വിരഹവേദന അനുഭവിക്കുന്നവരാ. പ്രിയ സഹോദരി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു മാതാവാണ്. നിങ്ങൾ പലരും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് എന്നോട് പ്രിയ സഹോദരി പറഞ്ഞു. ഞാനും ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിട്ട് കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. ശുശ്രൂഷയുടെ വേദനകളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം എടുത്തു തരാൻ ആളില്ല. 2 ആൺമക്കളാണ്. അവരുടെ കെയർ എന്തുമാത്രം ഉണ്ടാകും നമുക്കറിയാമല്ലോ. അവർ നന്നായി നോക്കുന്നുണ്ട്, നന്നായി ശുശ്രൂഷിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയത്തില്ല. ഇച്ചിരി വിഷമിച്ചിട്ട് ചോദിക്കുക, എന്താ പാപ്പ വിഷമിച്ചിരിക്കുന്നത്? ഇവിടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കേട്ടോ. അവര് പോയി. വയ്യാതെ കിടന്നു പോകുന്ന ദിവസമുണ്ട്, ഒന്ന് എഴുന്നേറ്റാ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ദിവസമുണ്ട്, ഒന്ന് വീട് പോയിട്ട് ഒന്ന് ചെറുതായിട്ട് തടവി തന്നാൽ ആളുണ്ടായിരുന്നെങ്കിൽ ചിന്തിച്ചു പോകുന്ന ദിവസമാണ്. രാത്രി മുഴുവനും ഉറക്കളച്ച് കുത്തിന്ന് ഛർദ്ദിച്ച ദിവസങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ ജോലി കഴിയുന്നു, അവരുടെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങുന്നു, അറിയുന്നില്ല. എന്തായാലും സംഭവിച്ചറിയില്ല. നമ്മുടെ കൂടെ ഒരു പക്ഷെ ജീവിക്കാത്ത നമ്മുടെ കൂട്ടാളികളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ കുഞ്ഞുങ്ങളോ ഒക്കെ മാറ്റപ്പെടാം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായാലും അന്നേരം ഒരു ആശ്വാസത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. കഷ്ടത അനുഭവിച്ച ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഒരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആ വാക്കിന്റെ അർത്ഥം സത്യത്തിൽ നമുക്കറിയാം. നിങ്ങളാരും മരിച്ചില്ലല്ലോ. ഞാൻ മരണവും കണ്ടു, ഞാൻ അടിയും ഏറ്റു. ഒരു പാപവും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇഷ്ടം പോലെ ഭേദിയും ഏറ്റു. പച്ചയ്ക്ക് എന്നെ അവർ കുത്തി കീറി. കൊന്നു കളഞ്ഞിട്ട് കുത്തി കീറുമായിരുന്നില്ല, കുത്തി കീറിയിട്ട് കൊല്ലുമായിരുന്നു. മക്കളെ, ദൈവം അറിയാതല്ല നമ്മുടെ സങ്കടങ്ങൾ, ദൈവം അറിയാതല്ല നമ്മുടെ വേദനകൾ. ഇവിടെ വിശ്വാസത്താൽ ഇതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ഇവിടെ ഈ വിശ്വാസത്താൽ ഈർച്ചവാളാൽ അടക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്, വിശ്വാസത്തിന്റെ പേരിലൊക്കെ ആളുകളെ പണ്ട് തടി ഇറക്കുന്ന പോലെ ഏറ്റി കിടത്തി ഈർച്ചവാളം കൊണ്ട് താഴെ മേളിൽ നിന്ന് തടി ഇറക്കുന്ന പോലെ കീറിക്കളഞ്ഞ അറക്കപ്പെടലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെമ്മരിയാളുകളുടെയും കോരാളുകളുടെയും തോൽ ധരിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഭയങ്കര 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 വേദനയുള്ള ഒരു മരണമാണ്. തോല് കൊണ്ടുവന്ന്, ആടുകളുടെ തോല് കൊണ്ടുവന്ന് അത് നനച്ച്
അതിനകത്തൊരു മനുഷ്യനെ അകത്തോട്ട് കയറ്റിയിട്ട് കുത്തി കെട്ടെടുത്ത് വെയിലത്തിട്ടാൽ അതങ്ങ് ഇരുമ്പ് പോലെ ആകും. അതങ്ങ് ചുളുങ്ങും. നമ്മളുടെ അസ്ഥികൾ ഓരോന്ന് പൊടിയും. നിങ്ങൾ ഓർക്കണം, വിശ്വാസത്തിന് വേണ്ടി സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യകാലത്ത് സിംഹങ്ങളുടെ വായിൽ എറിഞ്ഞു കൊടുത്തു. എന്താ ദൈവം ഇറങ്ങി വരാഞ്ഞെന്ന് ചോദിച്ചു പോയ ദിവസങ്ങളുണ്ട്. സ്തോത്രം. എന്താ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാഞ്ഞ്? കർത്താവ് എന്താ ഇറങ്ങി വരാഞ്ഞത്? എന്നെ ദൈവം വിട്ടുകൊടുത്തു. സ്തോത്രം. ഈ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊള്ളുമ്പോഴേ പ്രസംഗിച്ചോളൂ. കുടുംബവും വീടും ഒക്കെ ഉള്ളവനാ. ദൈവമേ, ഞാനെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു, ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ എന്നെ ഇങ്ങനെ അവന്മാർ എറിഞ്ഞു കളഞ്ഞു. എന്തോ ഏറാ എറിഞ്ഞത്. ഈ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതിന്റെ നമുക്കൊരു ചെറിയ ഒരു വെള്ളയ്ക്ക നമ്മുടെ തലയിൽ വീഴാനുള്ള വേദന നമുക്ക് ചെയ്യാം. എന്തേലും ദൂരെ നിന്ന് എന്തെങ്കിലും നമ്മുടെ അത് ശക്തമായത് പതിച്ചാതിന് വേദന നമുക്കറിയാം. ഒരു കൂട്ടം ആളുകൾ നിന്ന് കല്ലെറിഞ്ഞൊരു പട്ടിയെ കൊല്ലുന്ന പോലെ കൊല്ലപ്പെടുമ്പം, ശരീരം ഇഞ്ചിഞ്ചായിട്ട് ചെതറുമ്പം, എന്താ ദൈവം ഇറങ്ങി വന്ന് പിടിപ്പിക്കാഞ്ഞ്? മക്കളെ, അവർ വെച്ചിരുന്ന അവകാശവും പ്രതിഫലവും വേറെയായിരുന്നു. സ്തോത്രം. വേറെ ആരും കാണാത്തൊരു കാഴ്ച അവന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവൻ കാണുക. അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോ അവനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവപുത്രൻ അവൻ കാണുക. സ്വർഗം തുറന്നിരിക്കുന്നു. രണ്ട് കൈയിൽ നീട്ടി അവനെ സ്വീകരിക്കാൻ, അവന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു കർത്താവ്. ദൈവങ്ങളെ ചിലപ്പോൾ ചില പ്രതികൂലത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, മരണത്തിന് വരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ ദൈവം ഇറങ്ങി വരാത്തതെന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും ദൈവം ഇറങ്ങി വരുന്നില്ല, കാണുന്നില്ല എന്ന്. പക്ഷെ അവിടെ പ്രതിഫലം വലുതാ. അതുകൊണ്ട് ചിലപ്പോൾ ദൈവം അറിഞ്ഞില്ല എന്ന് വെക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഈ വേദനകളിൽ അവിടുന്ന് ഇറങ്ങി വന്നില്ല എന്ന് ചിന്തിക്കരുത്. നമ്മൾക്കൊരു പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഇവരെ സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. സ്തോത്രം. തീർച്ചവാളാൻ അറക്കപ്പെട്ടു. ആടുകളുടെ തോൽ ധരിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതെല്ലാം വിശ്വാസത്താല. സ്തോത്രം. സഭാചരിത്രമൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യ 3 നൂറ്റാണ്ടിൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രതികൂലങ്ങളുടെ സഭ പോയി. അവർക്ക് അവരുടെ സാധനം, അവർക്ക് ചന്തയിൽ പോയി അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ സാധനം വാങ്ങിക്കാനൊക്കത്തില്ല. ഇവരെ വെളി കണ്ട കൊന്നുകളയും. കാരണം ഈ ക്രിസ്ത്യാനിറ്റിയെ 1-ാം നൂറ്റാണ്ടിലെ റോമ ഗവൺമെന്റ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാവരും ബാൻ ചെയ്ത് കളഞ്ഞു ക്രിസ്ത്യാനിറ്റിയെ. ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്നവരെ പേര് പോലും പറയാനൊക്കില്ല. വെളിയിൽ ക്രിസ്ത്യാനികൾ അത് പറയാനൊക്കെ ഇല്ല. അവരെ തിരിച്ചറിഞ്ഞ് അന്നേരം കൊന്നുകളയും. അവർ രാജ്യദ്രോഹികളായി കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്, സഭാചരിത്രത്തിലുണ്ട്. ഇതൊന്നും വെള്ളം കോരാനൊക്കത്തില്ല. അവർക്ക് ഭക്ഷണം ചന്തയിൽ പോയി സാധനം വാങ്ങിക്കാനൊക്കത്തില്ല. അന്ന് പൊതുവെ ഈ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അതായത് നമ്മള് തേങ്ങ ഉള്ളവർ തേങ്ങ കൊണ്ട് കൊടുക്കും, എന്നിട്ട് അരി വാങ്ങിച്ചോണ്ട് വരും. അരിയുള്ളവർ അരി കൊണ്ട് കൊടുക്കും, അവിടുത്തെ ചേന വാങ്ങിച്ചോണ്ട് വരും. സോറി കേട്ടോ, എനിക്കൊരു കോള് വന്നിട്ടുണ്ടായി. ഞാന് പിന്നെ തിരിച്ചു വിളിച്ചോളാം അവരെ. അപ്പോൾ ഈ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യന് ഭക്ഷണം വേണം, വെള്ളം വേണം. ഇത് കുടിക്കാൻ പുറത്തിറങ്ങാനൊക്കത്തില്ല. പുറത്തിറങ്ങിയാൽ കൊന്നുകളയും. നോക്കിയിരിക്കുക, കൊന്നുകളയും. വിശ്വാസത്തിന് വേണ്ടി അങ്ങനെ സഹിച്ചിട്ട് അവസാനം ഇവര് താമസിക്കുന്നതാണ്. നമ്മൾ വായിച്ചല്ലോ, ഈ വായിച്ചത് അവര് ഇവിടെ പാർക്കുന്ന കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വരഞ്ഞു വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനൊരു സാഹചര്യം നമ്മൾക്കുണ്ടായ നമ്മൾ എത്ര പേര് വിശ്വാസത്തിൽ നിൽക്കും? ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ
അവര് പ്രതിഫലം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നേ. നമ്മുടെ പ്രതിഫലം എന്നാ? നമ്മൾ വിശ്വാസത്തിന് വേണ്ടി എന്തോ ചെയ്തിട്ടാ? ഇത് വിശ്വാസത്തിന്റെ പേരില്ല. സ്തോത്രം. ഒന്നും കഴിക്കാനൊക്കത്തില്ല, കുടിക്കാനൊക്കത്തില്ല, പട്ടിണി. അവസാനം ഈ ഗവൺമെന്റ് ഇത് കണ്ടെത്തിയപ്പോൾ ഒരു വലിയ ഭൂമിക്കടിയിൽ ഈ വിശേഷിച്ച ഈ മറ്റ് സ്ഥലം ഈ പലസ്തീൻ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, റോമാ ഗവൺമെന്റ് പ്രോവിൻസസിന്റെ പല ഏരിയയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളത് ഇങ്ങനെയാണത്. അവിടെ ഗുഹകളുണ്ട്. നമ്മൾ കാണുന്ന പോലുള്ള നമ്മൾ പറയുന്നുണ്ട് ഗുഹകളല്ലത്. അതുമാതിരി വെണ്ണക്കല്ലുകൾ പോലുള്ള കല്ലുകൾ, അതിനകത്ത് ഇങ്ങനെ അടിയിലോട്ട് തുരങ്കം പോലുള്ള ഗുഹകളുണ്ട്. അതിനകത്തേക്ക് കയറി താമസിച്ചിരിക്കുക. ഇവരുടെ കയ്യിൽ പെടാതിരിക്കാൻ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഒളിച്ചു പാർത്തു. നിങ്ങൾക്ക് ഈ ഇച്ചിരി സഭാചരിത്രം വായിച്ചു കഴിഞ്ഞാൽ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാതാക്കള് ഓടിപ്പോയി ഒളിച്ചു പോയ സ്ഥലങ്ങളുണ്ട്, ജീവനെ പേടിച്ച്. അവരുടെ ചിന്ത കുറച്ചു ദിവസം കഴിയുമ്പോൾ വെളിയിൽ ഇറങ്ങാവുന്നതായിരുന്നു. എങ്ങനെ കുഞ്ഞുങ്ങളെ കണ്ടിരിക്കും? അവിടെ ഇരിക്കുമ്പോൾ രണ്ട് സൈഡും അവസാനം ഗവൺമെന്റ്, ഇവിടുത്തെ സർക്കാർ അടച്ചു കളഞ്ഞു. ഗുഹ വലിയ കല്ല് വെച്ച് പേസ്റ്റ് ചെയ്ത് അവിടെ അടച്ചു. ദൈവം ഇറങ്ങി വന്നില്ല. സ്തോത്രം. കുറെ കാലം കഴിഞ്ഞപ്പം, കുറെ വർഷം കഴിഞ്ഞപ്പം ആർക്കിയോളജിസ്റ്റുകള് അവിടെ കുഴിച്ചു ചെന്നപ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ തലയോട്ടിയും എല്ലും കഷണവും ഒക്കെയാണ് ഞുള്ളിപ്പറക്കി എടുത്തത് അവിടെ നിന്ന്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം, അവരുടെ ജീവിതത്തിന്റെ പ്രത്യാശ എന്തായിരുന്നു അറിയാമോ? ഇത് ഞങ്ങളുടെ അവസാനമല്ല. ഈ ഭൂമി ഞങ്ങളുടെ താൽക്കാലിക പാർപ്പിടുക. ഞങ്ങൾ കുറച്ചു കാലം ഇവിടെ താമസിക്കത്തുള്ളൂ. ഒരു ദിവസം ഈ ഭൂമി വിട്ട് ഞങ്ങൾ പോകണം. ഇവിടെ വിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. ഞങ്ങൾക്ക് എന്ത് നഷ്ടം വരട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരും നഷ്ടങ്ങളുടെ വേദനയോടെ പോകുന്നവരായിരിക്കാം. ഈ നഷ്ടം ദൈവനാമത്തിന് ഇറങ്ങി തിരിച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടായി എങ്കിൽ ആ നഷ്ടം എന്നേക്കുള്ള നഷ്ടമല്ല. ആ നഷ്ടം നികത്താൻ കഴിയുന്ന ദൈവത്തിന് മുമ്പ് നമ്മൾ ഇരിക്കുന്നത്. അവൻ പറയുന്നത് ഈ നമുക്കൊരു നല്ല അവകാശം ലഭിക്കേണ്ടതിന്, നമുക്ക് നല്ലൊരു അവകാശം ലഭിക്കേണ്ടതിന്. സ്തോത്രം. നമ്മുടെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആമേൻ. വേദപുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങൾക്കറിയാം, അവന്റെ നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം എന്ന് വെച്ചാൽ ലഘുവായ, ഇവിടുത്തെ കഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞാൽ ചെറുതാണ്. പക്ഷേ അത് തേജസ്സിന്റെ നിത്യഖനം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഹേതുവാകും. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, നിങ്ങളുടെ കഷ്ടത്തിന്റെ കനം എത്രയും കൂടുമോ അവിടെ തേജസ്സിന്റെ ഖനവും കൂടുമെന്ന്. അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ദൈവമക്കളെ, ഇവിടെ നമ്മുടെ കഷ്ടതയോ വേദനയോ പ്രശ്നങ്ങളോ വിരഹങ്ങളോ ദുഃഖങ്ങളോ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളോ ദൈവനാമ നിമിത്തം നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട് നമുക്കുണ്ടായി പോയാൽ, ഇവിടെ നമ്മൾ ദൈവനാമത്തിൽ പിറുപിറുക്കാതെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ബഹുമാനിച്ച് മുൻപോട്ട് പോയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നല്ല ഉയർപ്പുണ്ടാകും. ആമേൻ. ഗോതമ്പണി നിലത്ത് വീണ് ചത്താൽ ആ ചാവുന്നത് വെറുതെ അല്ല, അവിടെ നിന്ന് വേറെ കായ്ക്കും, വേറെ കിളർക്കും. ആമേൻ. ഹല്ലേലൂയ. വെട്ടിക്കളഞ്ഞാൽ അത് എന്നേക്കും അവിടെ കിടന്ന് പോകത്തില്ല. വേദപുസ്തകത്തിൽ പറയുന്ന പോലെ അതിനെ വെട്ടിക്കളഞ്ഞാലും അവിടെ അത് കിളിർപ്പുണ്ടാക്കാൻ കഴിയുന്നൊരു ദൈവമാണ്. നമ്മളെ ചതഞ്ഞ ഓട ഒടിച്ച് കളയുന്നവനല്ലവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്ന ദൈവമല്ലവൻ. അവൻ നമ്മുടെ ദൈവമാണെങ്കിൽ അവൻ പറയുന്നു, അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് കേവലം നമ്മുടെ നല്ല കാര്യം മാത്രം നടത്തും എന്നുള്ള ചിന്തയാക്കാളത്തിരിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി എന്തും സഹിക്കാൻ കൂടെയുള്ള നമ്മുടെ മനസ്സായ നമ്മൾ ഒരുക്കപ്പെടുന്നുവെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ പ്രതിഫലം വലുതാണ്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഉന്നതമായ അവകാശങ്ങളുടെ ഒരു കലവറ ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് അതാണ് വേണ്ടുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളല്ല. ഈ ഭൂമിയിലെല്ലാം കാണുന്ന നൈമിഷികമാണ്. ഇതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിന്റെ എല്ലാം തീർന്നു പോകുന്നതാണ്. പക്ഷെ വറ്റിപ്പോകാത്ത, തീർന്നു പോകാത്ത, ആമേൻ, ഹല്ലേലൂയ,
ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വാട്ടമില്ലാത്ത ഒരു തരത്തിൽ തകർന്നു പോകാത്ത അവകാശത്തിനായി ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയും ഒരു നിത്യജീവനും ഒരു നിത്യ അവകാശവും നമ്മുടെ പ്രതിഫലവും വലുതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടങ്ങൾ നമ്മൾ പതറിപ്പോകരുത്. ഇവിടെ നമ്മുടെ കഷ്ടം ലഘുവാണ്. ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യകനം നിങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നുവെങ്കിൽ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെ എന്നേക്ക് തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. താൽക്കാലികമായ ചില വേദനകളോ താൽക്കാലികമായ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഉണ്ടായെന്നിരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വൈഷമ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. തൽക്കാലം നമുക്ക് ചില നഷ്ടങ്ങളും തോന്നിയാലും വിശ്വാസത്തിൽ ഈ പരിശോധനകൾ കൂടി ഏൽക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മളെ നടത്തുന്നൊരു ദൈവമുണ്ട്, നമ്മൾക്കായി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ നമ്മളെ സഹായിക്കാൻ ശക്തനാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അവൻ ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയുന്നവരല്ല. നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആരും നമുക്കില്ല എന്ന് തോന്നുമ്പോഴൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു പ്രതിഫലമുണ്ട്. ആമേൻ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, എങ്കിലും വിശ്വാസത്തിൽ ഉറച്ചയാണ്. 12ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? ആമേൻ. ഇതെല്ലാം പറയുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവുണ്ട്. ആമേൻ. അവനെ നോക്കാം. അവൻ വിശ്വാസത്തിന്റെ നായകനാ, അവൻ പൂർത്തി വരുത്തുന്നവനാ, അവൻ നമ്മുടെ രക്ഷാനായകനാ. ആമേൻ, ഹല്ലേലൂയ. താഴൊക്കെ വഹിച്ചു വരുമ്പോൾ അങ്ങനെയാണ് അവൻ പറയുന്നത്. ഹല്ലേലൂയ. തന്റെ ഉള്ളിച്ചിരിക്കുന്ന സന്തോഷം തന്നെ അവമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് 3-ാം വാക്യത്തിലേക്ക് 12 പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഓർത്തിരിക്കേണ്ടത് യേശുവിനെയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ക്ഷീണമുണ്ടായി നമ്മൾ തളർന്നു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി കട്ട സഹിച്ച കർത്താവിനെ ഓർക്കാം. നമുക്ക് വേണ്ടി പീഡ സഹിച്ച കർത്താവിനെ ഓർക്കാം. യേശു എന്തിന് പീഡ സഹിച്ചു? എന്ത് തെറ്റ് ചെയ്തിട്ട്? ആർക്കൊരു ദ്രോഹം ചെയ്തിട്ട്? ആരെ ഉപദ്രവിച്ചിട്ട്? ഹല്ലേലൂയ. ആർക്കും ഒരു ദോഷം ചെയ്ത്. യെശയ്യാ പ്രവചനം 53 വായിക്കാൻ പറയുമ്പോൾ അവൻ അറുപ്പാൻ കൊണ്ടുവന്ന ആടുകളെ പോലെ ഒന്നും മിണ്ടാതെ, കൊല്ലാൻ കൊണ്ടുവന്ന ഉരിയാടാതെ ഊമനായിരുന്നു. അവൻ ദോഷമൊന്നും ചെയ്യാതെ, അകൃത്യമൊന്നും ചെയ്യാതെ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കഷ്ടം സഹിച്ചു. അതിന്റെ കാരണം നമ്മെ അവൻ ക്രൂശിൽ കണ്ടു. നമ്മളോടൊരു ഇഷ്ടം തോന്നി. സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, തളർന്നു പോകല്ലേ. നമ്മൾക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് തളർന്നു പോകല്ലേ. ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ കർത്താവ് പറയുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകരുത്. പൂർത്തി വരുത്തുന്ന ഒരു യേശുവുണ്ട്. വിശ്വാസത്തിന്റെ നായകനുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ ഒരു യേശുവിന്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. അവന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണുക. ദൈവം ആരാണെന്ന ഒരു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസമുണ്ട്. ആ മഹത്വത്തിന്റെ ദിവസത്തിൽ ഒരു വലിയ ഉണർവയായി, ഒരു വലിയ ജീവനായി നമുക്ക് വിശ്വാസത്തോടെ നോക്കി പാർക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നമ്മുടെ സഹായകൻ, ഉപകാരൻ. വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം. ആ മഹത്വത്തിന്റെ ദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. വിശ്വാസത്തിന്റെ പൂർണ്ണത ഇവിടെയല്ല, സ്വർഗത്തിൽ എത്തുമ്പോഴാണ്. അവിടെ ചെന്നാൽ നമുക്ക് പ്രതിഫലമുള്ളത്. അവിടെയാണ് നമ്മുടെ അവകാശമുള്ളത്. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. അത് പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങാം. നമ്മളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതെ, നമ്മൾ ചിന്തിച്ചു വശംവദരായി ജീവിതത്തിൽ തകർന്നു പോകാതെ ദൈവകൃപയോടെ മുന്നേറാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. God bless you.